അധ്യാപകർ പൊതുസമൂഹത്തിൻ്റെ സമ്പത്താണെന്ന് മുൻ MLA ജോണി നെല്ലൂർ. KSTF 27ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ അധ്യാപകർക്ക് നൽകാനുള്ള DA കുടിശ്ശിക ഉടൻ നൽകണം. നിലവിലെ 2% DA വർധനവ് അപര്യാപ്തമാണ്. പഠന പദ്ധതി പരിഷ്കരണത്തിലൂടെ ചരിത്രം വളച്ചൊടിച്ച കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണ്. സാംസ്കാരിക നേതാക്കളെ വിസ്മരിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നാടിന് ദോഷം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ന്യൂനതകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വസ്തുതാപരമായ പല കാര്യങ്ങളും ഇന്നും കുഴപ്പത്തില്ല. അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നിങ്ങളാണ് ഈ ഭാവി തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്ന മുഖ്യ ഘടകം. അതവർക്ക് വലിയ റോളുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ രാജ്യം എങ്ങനെ രൂപം കൊണ്ടു, ഇന്നത്തെ ഭാരതം എങ്ങനെ ഇന്നത്തെ നിലയിലേക്ക് വളർന്നു, ഇന്നത്തെ രീതിയിലേക്ക് എത്തി എന്നറിയുവാനും അവരെ അത് പഠിപ്പിക്കുവാനും അവർക്ക് പഠിക്കുവാനുള്ള അവകാശം ഈ സമരത്തിന് എതിര് നിന്ന ആളുകളെ ഒക്കെ പുകഴ്ത്തി കാണിക്കുന്ന ഒരു സമീപനവുമായി പോകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയം, അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളും കാര്യങ്ങളും അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വല്ലാതെ. KSTF സംസ്ഥാന പ്രസിഡന്റ് MK ബിജു അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരെ മെറ്റൽ ഫൈഡ് ചെയർമാനും JKC സംസ്ഥാന സെക്രട്ടറിയുമായ ഫ്രാൻസിസ് തോമസ് ആദരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വനിതാ അധ്യാപക സംഗമം ജനാധിപത്യ വനിതാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. KSTF വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അമ്പിളി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ക്രിസ്റ്റിബൽ ഡി അവരവ് മുഖ്യപ്രഭാഷണം നടത്തി. ജെയിംസ് കുര്യൻ, പൗലോസ് മുളക്കുന്തല, അരുൺ ബേസിൽ, ജെയിംസ് സേവ്യർ, ജോമോൻ ജോസ്, ജോഷി ഫ്രാൻസിസ്, JB തോമസ്, ബ്രദർ അനൂപ് ഫിലിപ്പ്, സജി ചെറിയാൻ, N മനോജ് കുമാർ, PK സത്താർ, P നാരായണൻ, സിജു ജോസഫ്, ജെയ്സം എബ്രഹാം, മനു ജോസഫ്, അനുനാഥ് M, ഹസീബ് OP, KSTA സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി KM, വൈസ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായി MK ബിജുവിനെയും ജനറൽ സെക്രട്ടറിയായി PM മുഹമ്മദ് അലിയെയും തിരഞ്ഞെടുത്തു. ജോസഫ് വർഗീസ്, M അനുനാഥ, VM ജോസഫ്, JR സാലു, കോശി എബ്രഹാം എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ജോഷി ഫ്രാൻസിസ്, OP ഹസീബ്, KK സുബൈർ, JB തോമസ്, P മനോജ് കുമാർ, അഷ്റഫ് പടയൻ, മനു ജോസഫ്, ഷൈജു അഗസ്റ്റിൻ, N മനോജ, ബ്രദർ അനൂപ് ഫിലിപ്പ് എന്നിവർ സെക്രട്ടറിമാരായും ജെയിംസ് സേവ്യർ ട്രഷററായും ജോമോൻ ജോസ് മീഡിയ സെൽ കൺവീനറായും വനിതാ ഫോറം പ്രസിഡന്റായി അമ്പിളി മോഹനൻ, കൺവീനറായി ഡോക്ടർ ആശാ ജോർജ് എന്നിവരെയും തിരഞ്ഞെടുത്തു. KSTF മുൻ സെക്രട്ടറി ജോസ് വർഗീസ് മണിയാട്ട് വരണാധികാരിയായിരുന്നു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.